നമുക്കൊരു സംഭവം അല്ലെങ്കിൽ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് ഏത് സെക്ഷനാണോ അവിടെ പോയി നമ്മൾ പരാതി കൊടുക്കാനാണ് പോകേണ്ടത്. ഇവിടെ പരാതി കൊടുത്താൽ അതിന് നടപടി എടുക്കുന്നില്ല. നടപടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ നമ്മുടെ കേരളീയർ ഒരു അടിമ സ്വഭാവം ഇന്നും കേരളീയരുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. എന്താണെന്നറിയാമോ, നമ്മൾ ഈ പരാതി കൊടുത്ത് എന്ത് ചെയ്യും? അത് ആ ഭരണകാലം ആര് ഭരിക്കുന്നു ആ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അവൻ്റെ അമ്മയുടെ തേങ്ങാക്കൊലയെ കണ്ടിട്ട് അവൻ്റെ കാലെ വീണ് നക്കി അവനടുത്ത് കുമ്പിട്ട് അവനോട് പോയി പറയും, ഞാൻ ഇതുപോലെ പരാതി കൊടുത്ത് ആ പരാതിക്ക് ഒരു തീർപ്പുണ്ടാക്കി തരാൻ ഇവനോട് പോയി പറയും. ഇവനോട് പറയാൻ ഇവൻ ആരാ? അതേപോലെ നമ്മൾ ഈ ജനാധിപത്യ നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നേതാക്കന്മാരും നമുക്ക് വേണ്ടി ഭരിക്കുന്നത്. അതിനാണ് മന്ത്രിമാരും സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ആ ജനാധിപത്യപരമായിട്ട് ആ ഭരണഘടനാപരമായിട്ട് വേണ്ട ഭരണം. അല്ലാതെ ഒരു പാർട്ടിക്കാരനും ഒരു തേങ്ങാക്കൊല ഈ കേരളത്തിന് ആവശ്യമില്ല, ഇന്ത്യക്ക് തന്നെ ആവശ്യമില്ല. BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തേങ്ങാക്കൊലയും നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമില്ല, കേരളത്തിന് ആവശ്യമില്ല. കോൺഗ്രസിന്റെ ഒരു തേങ്ങാക്കൊലയുടെ ആവശ്യമില്ല, കമ്മ്യൂണിസ്റ്റിന്റെ ഒരു തേങ്ങാക്കൊല ആവശ്യമില്ല. ഒരു സമുദായത്തിന്റെ, ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു ഹിന്ദുവിന്റെയോ ഒരു മുസ്ലിമിന്റെയോ ഒരു തേങ്ങാക്കൊലയും നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ഭരണഘടനാപരമായ നിയമപരമായ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി വന്നാൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കുറച്ച് റോഡുകൾ ടാർ ചെയ്തു, കുറച്ച് അങ്ങോട്ട് വാർപ്പിട്ടു, കുറച്ച് കെട്ടിടങ്ങൾ കമ്മീഷൻ വാങ്ങിച്ചു, കുറേ കെട്ടിടങ്ങൾ അങ്ങോട്ട് വന്നില്ല കെട്ടിടങ്ങളോട് പണിയാനിട്ട് നോക്കിക്ക്. അന്ന് 10-20 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു, 20 വർഷം മുമ്പ് ഇപ്പം നോക്കൂ ഇങ്ങനെയാണ്. എന്താ തേങ്ങ പറയാണ്ട് 20 വർഷം മുമ്പ് തമിഴ്നാട് എങ്ങനെയായിരുന്നു ഇവർക്ക് പറയുന്നത് അറിയാമോ? അല്ലെ 10 വർഷം മുമ്പ് കർണാടക എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് 10 വർഷം മുമ്പ് ഈ പറയുന്ന ആളിന് എങ്ങനെ ഇരുന്നു അറിയാമോ? കർണാടക എടുത്ത് നോക്കിയാൽ 10 വർഷം മുമ്പ് അവരെങ്ങനെ നമ്മൾ ഈ പറയുന്ന